very, very clear that this is a political rejection by the Modi administration, but they don't want to say it. നൈസായിട്ട് ഇങ്ങോട്ട് പണിതാൽ അങ്ങോട്ടും പണി കൊടുക്കാനുള്ള മോദി സർക്കാരിൻ്റെ ഒരു നയമുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കുറച്ച് മുന്നേ ഞാൻ ട്വിറ്റർ ഇപ്പോൾ ഇല്ലല്ലോ, x.com ഒരു വീഡിയോ കണ്ടു. അതെന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ വംശജയാണെന്ന് തോന്നുന്നു. ഒരു ലേഡി നമ്മുടെ ഇന്ത്യൻ കോൺസുലേറ്റിൽ വന്നിട്ട് വളരെ റൂഡായിട്ടൊക്കെ ദേഷ്യപ്പെടുകയാണ് അവിടെ. അതായത് അവർക്ക് വിസ അനുവദിച്ച് കിട്ടുന്നില്ല. 3 തവണയായിട്ട് അവർ അപ്ലൈ ചെയ്തു, പക്ഷേ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് വിസ അനുവദിക്കുന്നില്ല ഇന്ത്യ ഗവൺമെന്റ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററെ വിളിച്ച് സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടി കേട്ടോ. സത്യത്തിൽ അൺസഹിക്കബിൾ ആണ്. ആ വീഡിയോയുടെ ലിങ്ക് പറ്റുമെങ്കിൽ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. സോ അവരുടെ സംസാരം അൺസഹിക്കബിൾ ആണ്. അവരുടെ ഹസ്ബൻഡാണെന്ന് തോന്നുന്നു, കൂടെ ഒരാൾ കൂടിയുണ്ട്. അദ്ദേഹത്തിനെ കണ്ടിട്ട് ഒരു വിദേശിയെ പോലെയാണ് തോന്നുന്നത്, അമേരിക്കക്കാരനാണെന്ന് തോന്നുന്നു. സോ ഇരുവരും അമേരിക്കൻ പാസ്പോർട്ടുള്ള അമേരിക്കക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഇന്ത്യ വിസ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. 3 തവണ അവർ അറ്റംപ്റ്റ് ചെയ്തിട്ടും വിസ റിജക്റ്റ് ആയിരിക്കുകയാണ്, കിട്ടുന്നില്ല. ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിരിക്കുകയാണ്, കിട്ടുന്നില്ല. സോ അതിൻ്റെ എല്ലാ ഫ്രസ്ട്രേഷനും അവരുടെ പെരുമാറ്റത്തിലുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പിന്നീട് ആ ഹസ്ബൻഡ്, അതായത് ഈ സ്ത്രീയുടെ ഭർത്താവ് കൂടെയുള്ള അയാൾ പറയുന്നുണ്ട്, ഇത് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ റീസൺസ് ഇതിൻ്റെ പുറകിലുണ്ട്. അവരത് തുറന്ന് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇത് മോദി സർക്കാരിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള കാരണങ്ങളാലാണ് ഇത് റിജക്റ്റ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് പുള്ളിക്ക് കാര്യം ഏതാണ്ട് മനസ്സിലായി. അമേരിക്ക ഇന്ത്യക്കാർക്കുള്ള വിസ വൈകിപ്പിക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു? അതേ നാണയത്തിൽ പണി തിരിച്ചും കൊടുത്തു. അമേരിക്കയിൽ നിന്നുള്ളവർക്കുള്ള വിസ ഇന്ത്യയും എന്ത് ചെയ്യാൻ തുടങ്ങി? വൈകിപ്പിക്കാൻ തുടങ്ങി. ചിലപ്പോൾ അതൊരു ഇന്ത്യൻ കപ്പിളായിരുന്നുവെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള 2 പേരായിരുന്നെങ്കിൽ അവർക്കൊരു പക്ഷേ എളുപ്പത്തിൽ ഇന്ത്യയിലേക്ക് വരാൻ കഴിഞ്ഞേനെ. ഇവിടെ 2 പേരും അമേരിക്കൻ പാസ്പോർട്ടുള്ള ആൾക്കാരാണ്, അമേരിക്കക്കാരാണ്. അതിൽ ഒരാൾ ഇന്ത്യൻ വംശജയും ഒരാൾ US വംശജനുമാണ്. സോ തീർച്ചയായും അതുകൊണ്ട് തന്നെ ആകണം ഇന്ത്യയുടെ ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്, ഞങ്ങളുടെ ആൾക്കാരെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചാൽ ശരി, നിങ്ങൾക്കും വിസ കുറച്ച് പതുക്കെ കിട്ടിയാൽ മതി. അതായത് ഇന്ത്യ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറേ പേര് ഇതൊന്നും അറിയാതെ കിടന്നിട്ട് നരേന്ദ്രമോദി അമേരിക്കയുടെ മുന്നിൽ മുട്ടുകുത്തി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാണ്. ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയോട് US എങ്ങനെയാണോ അതുപോലെയാണ് അങ്ങോട്ടും. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ US നമ്മളെക്കാൾ വളരെ പവർഫുൾ ആണ്. അത് ഹാർഡ് പവറിന്റെ കാര്യത്തിലും സോഫ്റ്റ് പവറിന്റെ കാര്യത്തിലും. ഇപ്പൊ മാധ്യമങ്ങൾ, ഓൾമോസ്റ്റ് എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും US-ന്റെ കൺട്രോളിലാണ്. ഓർഗനൈസേഷൻസ് അവരുടെ കൺട്രോളിലാണ്. അവരുടെ കയ്യിൽ പണമുണ്ട്, ആധിപത്യം ഉറപ്പിക്കാൻ അതുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ കഴിയും. അപ്പം അതുകൊണ്ട് അവർ കാണിക്കുന്ന അത്രയും നമുക്ക് ആ ഒരു അഗ്രസീവായിട്ട് നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ല എന്ന് മാത്രം. അമേരിക്ക വളരെ അഗ്രസീവായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്, എപ്പോഴും ചെയ്യുന്നത്. ഇപ്പം ട്രംപ് ആണെങ്കിലും ധാർഷ്ട്യമാണ്. കാരണം അവരത്രയും പവർഫുള്ളാണ്. സോ അവർക്കത് കാണിക്കാം എന്നുള്ള തോന്നലാണ്, അതുകൊണ്ട് അവരത് കാണിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു ഹാർഡ് പവർ എടുത്ത് കാണിക്കാനോ അല്ലെങ്കിൽ അത്രയും പവർഫുള്ളോ അല്ല നമ്മൾ എന്തായാലും. സോ നമ്മൾ ഇതൊക്കെ ഡീൽ ചെയ്യുന്ന രീതി കുറച്ച് ഡിഫറൻ്റ് ആയിട്ടായിരിക്കും. ഇവിടെ അതാ ഇങ്ങനെയാണ്. ആ അമേരിക്കക്കാരന് കാര്യം മനസ്സിലായി. ഇന്ത്യക്കാരുടെ വിസ അവർ വൈകിപ്പിച്ചപ്പോൾ നമ്മളും എന്ത് ചെയ്തു? അമേരിക്കക്കാരുടെ വിസ നമ്മളും അങ്ങോട്ട് വൈകിപ്പിക്കാൻ തുടങ്ങി. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ട് അതുപോലെ ആയിരിക്കും ഇന്ത്യ ഡീൽ ചെയ്യുന്നത്. പക്ഷെ അതിന് അതിൻ്റെതായ രീതികൾ ഉണ്ടാകും എന്ന് മാത്രം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.